നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം, കേരളം ഈ കൊലയും കൊലപാതകവും പീഡനവും തുടങ്ങിയിട്ടുള്ള വാർത്തകൾ കേട്ടാണ് നമ്മൾ ഉണരുന്നത്. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ കേരളത്തെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതിൽ പ്രതിയായിട്ടുള്ള കുട്ടിയുടെ സ്വന്തം അമ്മയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ പിന്നിടുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞിട്ടും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഇപ്പോഴും പോലീസിനൊരു വ്യക്തത വരുത്താനായിട്ട് സാധിച്ചിട്ടില്ല. പ്രതി തന്നെയാണ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്, താൻ തന്നെയാണ് കൊല നടത്തിയതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിലുള്ള ഈ പറയുന്ന ഈ കുഞ്ഞിന്റെ അമ്മയുടെ അടക്കം മൊഴികളിൽ പല രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട്. അമ്മയ്ക്കും ഈ കുഞ്ഞ് ഇപ്പോൾ മരിച്ചതിൽ യാതൊരു കുറ്റബോധവുമില്ല, അല്ലെങ്കിൽ യാതൊരു സങ്കടവുമില്ല. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്കടക്കം വരണമെന്ന് യാതൊരു നിർബന്ധവും ഈ അമ്മയ്ക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഏതായാലും ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാറിന്റെയും അമ്മ ഗീതുവിന്റെയും മൊബൈൽ ഫോൺ പരിശോധന ഏറെ ഈ കേസിൽ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘങ്ങൾ അറിയിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് നിഗൂഢതകളുള്ള 2 പേരാണ് ഈ പറയുന്ന ഈ അമ്മയും അതുപോലെ തന്നെ ഈ ഒരു സഹോദരനും. കുഞ്ഞിന്റെ മാതാപിതാക്കളായ ശ്രീധുവിനും ശ്രീജിത്തിനെയും പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലെ ചോദ്യം ചെയ്യലിൽ ശേഷം ശ്രീധുവിനെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു. കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹോദരനായിട്ടുള്ള ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തലെന്നും ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഹരികുമാറിന്റെ മൊഴിയും. ഈ ഹരികുമാറിനെ ശ്രീധുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ആ കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു. ഇന്നലെയാണ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിലേക്ക് ഒരു ദയവുമില്ലാതെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നതെന്നാണ് റിപ്പോർട്ട്. കസ്റ്റഡിയിലുള്ള പ്രതി ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും വെള്ളം പോലും കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭക്ഷണവും കഴിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇയാൾ മറുപടിയും നൽകുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുമെന്നാണ് ഇയാൾ പോലീസിനോട് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചത്. ശ്രീധുവിനും ഹരികുമാറും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്നും പോലീസ് പറഞ്ഞു. തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സപ്പ് വീഡിയോ കോൾ വിളിച്ചിരുന്നു എന്നതിനുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ശ്രീധു മതപഠന ക്ലാസുകളിലും പങ്കെടുത്തിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ. ഹരികുമാർ ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു. സ്വന്തം മകൾ മരിച്ചിട്ടും ശ്രീധുവിന്റെ മുഖത്ത് ഒരു കണ്ണീര് പോലും കണ്ടിട്ടില്ല. പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചതും കുഞ്ഞിന്റെ അമ്മ ശ്രീധുവായിരുന്നു. പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ കാണിച്ചു തുടങ്ങി. ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീധു ശ്രമിച്ചു. കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെയാണ് കൊന്നുവെന്ന് ഹരികുമാറിന്റെ കുറ്റസമ്മതം. ഇയാൾ പറഞ്ഞത് പൂർണ്ണമായും പോലീസ് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. അമ്മയുടെ പങ്കിലടക്കം പോലീസിന് സംശയമുണ്ട്. അമ്മയെ സംശയിക്കാൻ കാരണം തുടക്കത്തിൽ തന്നെ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ആദ്യം തന്റെ ഭർത്താവിന്റെ ഒപ്പമാണ് കുഞ്ഞ് കിടന്നുറങ്ങിയതെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് കുട്ടി ഈ ഹരികുമാറിന്റെ ഒപ്പമാണ് കിടന്നുറങ്ങിയതെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അച്ഛനൊപ്പമായിരുന്നു കുട്ടിയെ ഉറക്കാൻ കിടത്തിയതെന്നായിരുന്നു ശ്രീധുവിന്റെ മൊഴി. എന്നാൽ പിതാവ് ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ തനിക്കൊപ്പമല്ല അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അയൽവാസികളുടെ മൊഴികളിൽ നിന്നും ശ്രീധു പറയുന്നതിൽ കഴമ്പില്ലെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹരികുമാറും ശ്രീധുവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അടക്കം നീക്കം ചെയ്ത നിലയിലാണ്. അതെന്തിന് നീക്കം ചെയ്യണം എന്നുള്ളത് ഉയരുന്ന ചോദ്യമാണ്. അതിൽ നിർണായക വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് നിഗമനം. അവ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ചില ചാറ്റുകൾ പോലീസിന് കിട്ടുകയും ചെയ്തു. അത് അന്വേഷണത്തിൽ നിർണായകമായി. കുറ്റം സമ്മതിച്ചെങ്കിലും എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നതിൽ ഹരികുമാർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടിയാണ് ദേവേന്ദു മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ജീവനോടെ കൊണ്ടുപോയി എടുത്ത് കിണറ്റിലെറിയുകയായിരുന്നു ഈ പറയുന്ന ഹരികുമാർ ചെയ്തിരിക്കുന്നത്. പിടിയിലായപ്പോൾ സംഭവത്തിൽ പോലീസ് തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന മറുപടിയാണ് ഹരികുമാർ നൽകിയത്. തുടർച്ചയായ ചോദ്യം ചെയ്യലാണ് പ്രതി ഒടുവിൽ കുറ്റം സമ്മതിച്ചത്. സംഭവത്തിൽ രാവിലെ മുതൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. ആ സാഹചര്യത്തിലാണ് കൊലപാതക കാരണം പോലീസ് ഉറപ്പിക്കാത്തത്. സംസ്കാര ചടങ്ങിൽ പോലും യുവതി പങ്കെടുത്തിരുന്നില്ല. ഒരിക്കൽ ദേഷ്യത്തിൽ ദേവേന്ദുവിനെ ഹരികുമാർ വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്നും തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് മക്കളോട് ദേഷ്യപ്പെട്ടതെന്നും ശ്രീധു പറഞ്ഞത് കേസിൽ പ്രധാന തുമ്പായിട്ടുണ്ട്. വീട് വാങ്ങാൻ നൽകിയ 30 ലക്ഷം രൂപ ഒരു സുഹൃത്ത് തട്ടിയെടുത്തെന്നും ശ്രീധു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്.
ശ്രീധുവിന്റെ മൂത്ത മകളുടെയും അമ്മ ശ്രീകലയുടെയും മൊഴി ഇന്ന് വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. ഇനി മൂത്ത കുട്ടിയെ ഹരികുമാർ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കുട്ടിയോട് തന്നെ ചോദിച്ചറിയും. ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ ഹരികുമാർ മുൻപ് ഉപദ്രവിച്ചിരുന്നതായ റിപ്പോർട്ടുകളുണ്ട്. കുഞ്ഞിനെ ഇയാൾ മുമ്പ് ഉപദ്രവിച്ചിരുന്നുവെന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വഴക്കുണ്ടായപ്പോൾ പ്രതി കുട്ടിയെ പിടിച്ചു തള്ളുകയും ചെയ്തു. കുട്ടിയുടെ അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടെന്നും പ്രതി ചേർക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ താൽക്കാലികമായി വിട്ടയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സ്ഥിതി വന്നതോടെയാണ് മഹിളാ ജയിലിലേക്ക് മാറ്റിയത്. ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീധുവുമായി വഴിവിട്ട ബന്ധത്തിന് ഇയാൾ ശ്രമിച്ചിരുന്നെന്നാണ് സൂചന. ഇത് നടക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും പെരുമാറ്റവും മൊഴികളിലെ വൈരുദ്ധ്യവും തിരിച്ചറിഞ്ഞ പോലീസ് ഇരുവരുടെയും വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ചു. കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിന് അറിയില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. കൃത്യം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതി ശ്രമിച്ചു. കൊലക്കേസിൽ പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനും ഹരികുമാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഹരികുമാർ മുൻപ് പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചു. ഇതുകൂടാതെ കുടുംബത്തിന് ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട്. ഇതും പോലീസ് പരിശോധിക്കും. ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിനും പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ് സൂചന. ആഭിചാര ക്രിയകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. സഹോദരിയെ ഇഷ്ടമായിരുന്നെങ്കിലും കുട്ടികളെ ഇഷ്ടമില്ലാതിരുന്നതിന്റെ കാരണം തേടുകയാണ് പോലീസ്. ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന മൊഴികളാണ് ശ്രീധുവിൽ നിന്നും ഉണ്ടായിരുന്നതിനാൽ പോലീസ് ശ്രീധുവിനെയും സംശയിച്ചു. ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങിയാണ് ശ്രീധു മക്കളെയും കൂട്ടി മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം താമസം തുടങ്ങിയത്. അമരവിളയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് മക്കളെ കാണാൻ ഇടയ്ക്ക് ഈ വീട്ടിലെത്തുമായിരുന്നു. ശ്രീധുവിന്റെ അച്ഛന് മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തിയിരുന്ന ശ്രീജിത്ത് ദേവേന്ദു കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് ഇവിടെയാണ് കിടന്നത്. ഒരാഴ്ച മുമ്പ് അടിയന്തര ചടങ്ങിനെത്തിയ ബന്ധുക്കൾ ചേർന്ന് ശ്രീധുവിനെയും ശ്രീജിത്തിനെയും ഒന്നിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും ശ്രീജിത്തിനൊപ്പം പോകില്ലെന്ന് ശ്രീധു വാശി പിടിച്ചു. സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് ശ്രീജിത്ത്. ശ്രീജിത്ത് വീട്ടിലുള്ള ദിവസം തന്നെ ഹരികുമാർ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് സംശയമായി മാറുന്നു. ഇളയ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് കുടുംബത്തിന് കടബാധ്യത വന്നു ചേർന്നതെന്നാണ് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കും. അതിലേറെ നിർണായകമാകുന്നത് ഈ ഒരു വാട്സപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ ഇരുവരും ഒരേ വീട്ടിൽ അപ്പുറം ഇപ്പുറം മുറിയിൽ ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്തതിലടക്കം ഒരുപാട് ദുരൂഹതകളാണ് പോലീസ് ഉന്നയിക്കുന്നത്.